أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ റഹ്മാനി റഹീം എന്ന പദത്തെക്കുറിച്ചാണ്. റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം ഈ ലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ എന്നാണ്. റഹീം എന്നതിൻ്റെ അർത്ഥം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 99 അസ്മാഉൽ ഹുസ്നയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 അസ്മാണ് റഹ്മാൻ, റഹീം എന്നുള്ള 2 എണ്ണം. അള്ളാഹു ഗുണം ചെയ്യുന്നവനാണ്. ഈ ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹു ഗുണം ചെയ്യുന്നുണ്ട്. വഴിപ്പെട്ടവൻക്കും വഴിപ്പെടാത്തവൻക്കും, അതായത് അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കൊക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്നത്. അത് വ്യത്യാസമില്ലാതെ എന്ന് വെച്ചാൽ നല്ല ഇബാദത്ത് ചെയ്ത ഒരാൾക്ക് നല്ല കൊടുക്കും, ഇബാദത്ത് ചെയ്യാത്തവനക്ക് കുറച്ചൊക്കെ കൊടുക്കും. അങ്ങനെയൊന്നുമില്ല ഈ ഭൂമിയിൽ. എല്ലാവർക്കും കൊടുക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. യഥാർത്ഥത്തിൽ അള്ളാഹു എല്ലാവരെയും പൈസക്കാരാക്കൂല, എല്ലാവരെയും പാവാക്കൂല, എല്ലാവരെയും ഡോക്ടറാക്കൂല. ഇതൊക്കെ അള്ളാഹു ഈ ഭൂമി നിയന്ത്രിക്കാൻ, ഭൂമി ഇപ്പം നിന്നു പോവാൻ. എല്ലാവരും ഡോക്ടർമാരായാൽ പിന്നെ രോഗത്തിന് വിലയില്ലല്ലോ, രോഗികളുണ്ടാവില്ലല്ലോ. രോഗികളുടെ അവരെ തന്നെ ചികിത്സിച്ചാൽ പോരെ. എല്ലാവരും പൈസക്കാരായാൽ പിന്നെ പൈസക്ക് വില ഉണ്ടാവില്ല. അപ്പോൾ ഈ ഭൂമി ഇവിടെ നിലനിന്ന് പോവാൻ, ഓരോ ആളുകളും ഈ ഭൂമിയിൽ നിലനിന്ന് പോവാൻ എന്തൊക്കെ വേണം അത് കൃത്യമായി നിയന്ത്രിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പൈസ കൂടുതൽ കിട്ടിയാൽ നമുക്കിപ്പോഴുള്ള ഇബാദത്തും ഇതൊന്നും നമ്മൾ ചെയ്യൂല. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചും പൈസ കൂടുതൽ കിട്ടിയാൽ സദക്ക ചെയ്യുക, അതൊക്കെ ചെയ്യാൻ വിചാരിക്കും. പക്ഷേ നമ്മളെ ഇബാദത്തിന് ചിലപ്പോൾ കോട്ടം പറ്റുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അള്ളാഹു നമുക്ക് പൈസ തരൂല. എത്ര പൈസ ചോദിച്ചാലും. അത് റഹ്മത്താണ്. കാരണം പരലോകത്ത് കൂടുതൽ സ്ഥാനം കിട്ടലാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കൂടുതൽ പൈസ തന്ന് അള്ളാഹുവിൻ്റെ ചിന്ത പോയാൽ പിന്നെ പരലോകം നഷ്ടമാകും. അതുകൊണ്ട് ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തരാതിരിക്കും. അപ്പോൾ ഒരു ആൾക്ക് എന്താണ് യോജിച്ചത് അതനുസരിച്ച് കൃത്യമായി അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട ഭക്ഷണം എല്ലാം അവനാണ് നൽകുന്നത്. റഹീമിൻ്റെ അർത്ഥം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞതാണ്, ഭൂമിയിൽ തന്നെ വഴിപ്പെടണം. അങ്ങനെ വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റഹ്മാനി റഹീമി. എന്തുകൊണ്ട് ഇതിന് രണ്ടും കസറായി? ഫതഹായിക്കൂടെ റഹ്മാന അല്ലെങ്കിൽ റഹ്മാനു എന്ന് പറഞ്ഞൂടെ? റഹ്മാനി എന്നാണല്ലോ പറഞ്ഞത്. അതെന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അതായത് റഹ്മാനി എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, റഹ്മാനായ കരുണ ചെയ്യുന്നവനായ അള്ളാഹു. അതേപോലെ റഹീമി എന്നുള്ളതും, ഇത് രണ്ടും അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ വിശേഷണം. അപ്പോൾ ഒരു വിശേഷണമാകുമ്പോൾ ആരെക്കുറിച്ചാണ് വിശേഷണം പറയുന്നത്? ഇവിടെ അള്ളാഹിനെ കുറിച്ചാണ്. അതിൻ്റെ ഇറാബ് എന്താണ്? അതിനേതാണ് അർക്കത്ത്? ഇവിടെ കസറാണല്ലോ. ആ അർക്കത്ത് തന്നെ ഈ വിശേഷണത്തിനുണ്ടാവും. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പിന്നെ നമ്മൾ വഖഫിൻ്റെ സമയത്താണ് നമ്മൾ സുക്കൂൻ ചെയ്യുന്നത്. റഹ്മാനി റഹീമി എന്നാണ് പറയുക. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ റസൂലില്ലാ. അല മുഹമ്മദിൻ റസൂലില്ലാ.
മുഹമ്മദിൻ റസൂലില്ല. അവിടെ ഇനി അള്ളാഹ്ക്ക് എന്തുകൊണ്ട് ജെറ് കിട്ടി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. ഇലാഫത്ത് കൊണ്ട് അത് ഇൻ്റെ എന്നുള്ള അർത്ഥം അള്ളാഹിൻ്റെ റസൂല്. ഇപ്പം നമ്മൾ നോക്കുന്നത് അതല്ല. മുഹമ്മദിൻ എന്നുള്ള എനിക്ക് കസറാണ്, ജറാണ്. റസൂലി എന്നുള്ള എനിക്കും ജറാണ്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷണമാണ് റസൂലി എന്നുള്ളത്. ഇനി ഞാൻ റഅയ്തു സൈദൻ, സൈദിനെ ഞാൻ കണ്ടു. അൽ ആലിമ, അവിടെ സൈദൻ എന്നുള്ളത് എനിക്ക് ഫത്തഹാവുമ്പോൾ അൽ ആലിമ എന്ന് പറയും. ഇനി സൈദുൻ എന്ന് ലൊമ്മാക്കണോടത്ത് ആലിമുൻ എന്നെന്ത് ചെയ്യും പറയും. മനസ്സിലായിട്ടുണ്ടാവും. ഏതൊന്നിനെയാണ് വിശേഷണം പറയുന്നത് അതിൻ്റെ അതേ, ആരെക്കുറിച്ചാണ് വിശേഷണം പറയുന്നത് അതിൻ്റെ അതേ ഹർക്കത്താണ് വിശേഷണത്തിനും ഉണ്ടാകുക എന്ന് ചുരുക്കം. പിന്നെ നമുക്ക് വരുന്നൊരു സംശയം, ഇവിടെ മുഹമ്മദിൻ റസൂലില്ല, ഇവിടെ മുഹമ്മദിൻ എന്നുള്ളിടത്ത് തെൻവീന് 2 അലിഫും മറ്റേ റസൂലി എന്നല്ലേ പറയുന്നുള്ളൂ. ഒരു സംശയമാണ്. അപ്പോൾ അതിൻ്റെ സംശയം തീരെ ഈ 2 ഉദാഹരണം നോക്കിയാൽ തന്നെ മനസ്സിലാകും. മുമ്പ് അലിഫ്ലാമോ, അലിഫ്ലാം പറഞ്ഞാൽ അൽ, ഉദാഹരണം പറയാൽ അൽ ആലിമ, പറയണില്ല അൽ. അലിഫ്ലാമില്ല അല്ലെങ്കിൽ ഇലാഫത്തിനെ നമ്മളെ കുറിച്ച് പഠിച്ചതാണ്. എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടുന്നത് അതിനായി റസൂലില്ല എന്നുള്ളടത്ത് ഇലാഫത്താണ്. റസൂലി എന്ന് പറയാൻ കാരണം അള്ളാഹിലേക്ക് റസൂലിനെ ഇലാഫത്ത് ചെയ്തു. ഈ രണ്ടും ഇലാഫത്തോ അല്ലോ, ഈ രണ്ടും ഇല്ലാതിരിക്കുമ്പോൾ തെൻവീൻ വരും. അൽ ആലിമൻ എന്നറിയില്ല, അൽ ആലിമ എന്ന് പറയുള്ളൂ. പക്ഷെ വെറും ആലിമ എന്ന് ഒറ്റക്ക് അറിയുമ്പോൾ ആലിമൻ എന്നെന്ത് ചെയ്യും പറയും. അതേപോലെ തന്നെ മറ്റതിലേക്ക് ചേർത്താത്തിരിക്കുമ്പോഴും തെൻവീൻ പറയും. ചേർത്തുമ്പോൾ എന്ത് ചെയ്യില്ല, തെൻവീൻ പറയൂല. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. റഹ്മാനി റഹീമി എന്നുള്ളതിൻ്റെ അർത്ഥം പഠിച്ചു. അതേപോലെ തന്നെ എന്തുകൊണ്ട് റഹ്മാനി എന്ന് പറഞ്ഞു, അത് വസ്ഫാണ് എന്ന് പഠിച്ചു. അതേപോലെ തന്നെ തെൻവീന് വരുന്നതും വരാത്ത സ്ഥലങ്ങളും നമ്മൾ സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് നല്ല പോലെ തന്നെ നമ്മൾ പഠിക്കണം, ഓരോന്ന് എഴുതി വെക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് പരിശോധിക്കാം. അള്ളാഹു നല്ല നിലക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.